വർക്കലയിൽ പോഷക മാസാചരണ പരിപാടി സംഘടിപ്പിച്ചു. ICDS വർക്കലയുടെ ആഭിമുഖ്യത്തിൽ 2024 വർഷത്തെ പോഷക മാസാചരണ പരിപാടി വളരെ വിപുലമായി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രോഗ്രാം. ഇപ്പോൾ CDPO സൂചിപ്പിച്ചു, കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരാഴ്ചത്തെ പ്രോഗ്രാമായിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വർക്കേഴ്സിന്റെ എല്ലാം പഞ്ചായത്ത് തലത്തിൽ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഹെൽപ്പേഴ്സിന്റെയാണ് ഇവിടെ വെച്ച് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ CDPO ഒരു അഭിപ്രായം ചോദിച്ചത്. എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രോഗ്രാംസ് ഞാൻ അടക്കമുള്ളവര് അറിഞ്ഞിട്ടില്ല. അപ്പോൾ പലരും ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിപ്പോ ഹെൽപ്പേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ വെച്ചിട്ട് നടത്താൻ ഒരു തീരുമാനം CDPO എടുത്തതിന് പ്രത്യേകം അഭിനന്ദനം നൽകുകയാണ്. പിന്നെ അറിയാലോ, പോഷകാഹാരത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ അറിയാം അല്ലേ. ഈ നമ്മുടെ CDPO സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്, അവരിൽ ഈ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്, അവർക്ക് അതിന്റെ ആവശ്യകത എന്താണെന്ന് രക്ഷകർത്താക്കളെയും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടത്തുന്നത്. വർക്കല ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സുശീലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർക്കല CDPO സ്മിത KS സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സുശീലൻ പോഷൻ മാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇതോടനുബന്ധിച്ച് വർക്കല ICDSലെ 109 അംഗൻവാടികളിലെയും ഹെൽപ്പർമാരുടെ ഫുഡ് എക്സിബിഷൻ, ന്യൂട്രീഷൻ ക്ലാസ്, യോഗ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. 6 ഗ്രൂപ്പുകളായി തിരിച്ചാണ് 6 നിറങ്ങളിലുള്ള പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചത്. മത്സരാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പോഷകാഹാര പ്രദർശനത്തിൽ ചെമ്മരുതി പഞ്ചായത്ത് 1ാം സ്ഥാനവും മണമ്പൂർ പഞ്ചായത്ത് 2ാം സ്ഥാനവും ഒറ്റൂർ പഞ്ചായത്ത് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കൂടാതെ വ്യക്തിഗത ചാമ്പ്യനെയും തെരഞ്ഞെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തവർക്ക് വനിതാ ശിശു വികസന വകുപ്പ് പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്ത് സമ്മാനദാനം നടത്തി. കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രദർശിപ്പിച്ച ചെമ്മരുതി പഞ്ചായത്തിലെ ഹെൽപ്പർമാർക്ക് പ്രത്യേക സമ്മാനം നൽകി അനുമോദിച്ചു. ICDS സൂപ്പർവൈസർമാർ, സ്കൂൾ കൗൺസിലേഴ്സ്, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മളുടെ ഈ പോഷൻ മാ പ്രോഗ്രാമിൽ
ഈ വർഷം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അനീമിയ പ്രിവെൻഷന് വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HP ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുപോലെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ശരിക്കും ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നോ അതെങ്ങനെ മികച്ചതാക്കി നടത്താൻ സാധിക്കുമെന്നുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് മെനു ലോ കോസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് വച്ച് നമുക്ക് എങ്ങനെ നല്ല പോഷകാഹാരം നമുക്ക് കഴിക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൻ്റെ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ നമുക്ക് 2021 മുതൽ നമ്മൾ ട്രിവാൻഡ്രം ജില്ല കേരളത്തിൽ തന്നെ 2021, 22, 23 ഇപ്പം ഈ സമയം വരെ 24 ഈ സമയം വരെ ജനാന്തോളം ഡാഷ്ബോർഡിലെ ആക്ടിവിറ്റീസ് എൻട്രി ചെയ്യുന്നതിൽ കേരളത്തിൽ ഒന്നാമത് തന്നെയാണ് തിരുവനന്തപുരം ജില്ല ഈ വർഷവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭക്ഷണം നമുക്ക് പോഷകാഹാരം എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതും പല വിവിധ കളറുകളിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് മിനറൽസ് വൈറ്റമിൻസിൻ്റെ ലഭ്യത എല്ലാ പേർക്കും പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ പോഷന്മാരുടെ ഫലമായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ബീക്കൺ ന്യൂസ് വർക്കല.